18 നവംബറിന് ഞാൻ ട്രേഡ് ചെയ്യാൻ പോകുന്ന ഇമ്പോർട്ടൻറ്റ് ലെവലുകളൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ലിക്വിഡിറ്റി ഏരിയാസ് 23,350 ഒരു അപ്സൈഡ് ലിക്വിഡിറ്റി ഏരിയ. അതായത് ഡൗൺ സൈഡ് മാർക്കറ്റ് അവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്സൈഡിൽ ട്രേഡിനായിരിക്കും പ്ലാൻ ചെയ്യുക. അതൊരു ഡെയിലി ടൈം ഫ്രെയിം ലിക്വിഡിറ്റിയാണ് നിഫ്റ്റിയിലുള്ള. ഇനി അപ്സൈഡ് ലിക്വിഡിറ്റി, അതായത് ഡൗൺ സൈഡിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ 23,570 ഉണ്ട്. അതുപോലെ 23,675 ഈ രണ്ട് ലെവൽസാണ് ഉള്ളത് അപ്സൈഡ് ലിക്വിഡിറ്റി ഏരിയ എന്ന് പറഞ്ഞാൽ. ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ ഞാൻ ഡൗൺ സൈഡിലേക്കായിരിക്കും ട്രേഡ് പ്ലാൻ ചെയ്യുക. 23,570 മുകളിലേക്ക് മാർക്കറ്റ് വരികയോ അല്ലെങ്കിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഓപ്പൺ ചെയ്യുകയോ അല്ലെങ്കിൽ ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് പോവുകയോ ചെയ്താൽ ഫസ്റ്റ് അറ്റംപ്റ്റ് ഞാൻ 1 മിനിറ്റിലെ പ്രൈസ് ആക്ഷൻ നോക്കി താഴേക്കായിരിക്കും ട്രേഡ് പ്ലാൻ ചെയ്യുക. അതുപോലെ തന്നെ മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ആയിട്ട് 23,350 താഴെയാണ് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് അറ്റംപ്റ്റ് ഞാൻ അപ്സൈഡിലേക്കായിരിക്കും. അതുപോലെ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് താഴേക്ക് വരികയാണെങ്കിലും ഫസ്റ്റ് അറ്റംപ്റ്റ് മുകളിലേക്കായിരിക്കും ഞാൻ പ്ലാൻ ചെയ്യുക. അതാണ് നിഫ്റ്റിയിലുള്ള 3 ഇമ്പോർട്ടൻറ്റ് ലെവലുകൾ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസ് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഡെയിലി ടൈം ഫ്രെയിമിൻ്റെ ഏരിയാസ് ഏതെങ്കിലും ഉണ്ടോ നോക്കാം. കുറച്ച് താഴെയാണ് ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസ് ഉള്ളതെന്ന് വെച്ചാൽ ഈ ഒരു ഏരിയയിലുണ്ട്. 49,659 ടാപ്പ് ചെയ്യുമ്പോൾ ഞാൻ അപ്സൈഡിലേക്കായിരിക്കും ട്രേഡ് പ്ലാൻ ചെയ്യാം. ഇനി മാർക്കറ്റ് ബാങ്ക് നിഫ്റ്റിയിൽ പിന്നെ അപ്സൈഡ് ലിക്വിഡിറ്റി ഏരിയ ഒരുപാട് മുകളിലാണ്. ഈ ഒരു ഏരിയ 49,659 ടാപ്പ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ അപ്സൈഡിലേക്കായിരിക്കും ട്രേഡ് പ്ലാൻ ചെയ്യാം. ഇനി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാൻ ഒരുപാട് മുകളിലാണ് ബാങ്ക് നിഫ്റ്റിയിൽ ഇപ്പോൾ ഉള്ള പൊസിഷൻ എന്ന് പറഞ്ഞാൽ 50,853. ഇതിൻ്റെ മുകളിലേക്ക് വരികയോ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് 51,47 ഈ രണ്ട് ലെവൽസിൻ്റെ മുകളിലാണ് മാർക്കറ്റ് വരുന്നതെങ്കിലും ഓപ്പൺ ആവുകയോ അല്ലെങ്കിൽ ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങോട്ട് വരികയോ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ ഡൗൺ സൈഡിലേക്കായിരിക്കും ട്രേഡ് പ്ലാൻ ചെയ്യുക. 1 മിനിറ്റ് പ്രൈസ് ആക്ഷൻ നോക്കി ഡൗൺ സൈഡിലേക്കായിരിക്കും. ഇവിടെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ 1 മിനിറ്റ് പ്രൈസ് ആക്ഷൻ നോക്കി അപ്പ് സൈഡിലേക്കായിരിക്കും. ഇനി ഇൻ കേസ് മാർക്കറ്റ് ഈ റേഞ്ചിൻ്റെ ഉള്ളിലാണ് മാർക്കറ്റ് ഓപ്പൺ ആവണമെങ്കിൽ 18-ാം തീയതി ക്രിയേറ്റ് ചെയ്യുന്ന ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി അനുസരിച്ചിട്ടായിരിക്കും എൻ്റെ ട്രേഡ് പ്ലാൻ വരിക. എനിവേ, താങ്ക് യു, ബൈ.